ഓക്കെ, അപ്പൊ നമ്മൾ ഡിക്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാണ്. ഫസ്റ്റ് വേർഡ് ലൈറ്റ്. ഫസ്റ്റ് വേർഡ് ലൈറ്റ്. എഴുതിയോ? ആറ് വേർഡ്സ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് വേർഡ് ഹെവിയർ. എഴുതിയോ? ഹെവിയർ. ഫസ്റ്റ് വേർഡ് ലൈറ്റ്, സെക്കൻഡ് വേർഡ് ഹെവിയർ. നോക്കി എഴുതണ്ട. തേർഡ് ലൈറ്റസ്റ്റ്. ഫസ്റ്റ് വേർഡ് ലൈറ്റ്, സെക്കൻഡ് വേർഡ് ഹെവിയർ, തേർഡ് വേർഡ് ലൈറ്റസ്റ്റ്. കഴിഞ്ഞോ? ലൈറ്റ്, ഹെവിയർ, ലൈറ്റസ്റ്റ്. നെക്സ്റ്റ് ഹെവി. ഹെവി എഴുതി കഴിഞ്ഞോ? Then next word lighter. ലൈറ്റർ എഴുതി കഴിഞ്ഞോ? ഓക്കെ, then ലാസ്റ്റ് വേർഡ് ഹെവിയസ്റ്റ്. ലാസ്റ്റ് വേർഡ് ഹെവിയസ്റ്റ്. കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിനായിട്ട് സ്പെല്ലിംഗ് നോക്കാം അല്ലേ? സ്പെല്ലിംഗ് വെച്ച് ടൈപ്പ് ചെയ്ത് തരാം. നിങ്ങൾ ശരിയാണെങ്കിൽ ശരിയിടാ, തെറ്റാണെങ്കിൽ തെറ്റിടാ. ആരും തിരുത്താനൊന്നും നിൽക്കണ്ട. ഓക്കെ, ഫസ്റ്റ് വേർഡ് ലൈറ്റ്. LIGHT. ലൈറ്റ്. ശരിയാണെങ്കിൽ ശരിയിടാം. LIGHT. നെക്സ്റ്റ് ഹെവിയർ. HEAVIER. ഹെവിയർ.
നെക്സ്റ്റ് വേർഡ് ഹെവിയർ. തേർഡ് വൺ lightest. 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 Next word heavy. H-E-A-V-Y. Heavy. H-E-A-V-Y. Heavy. Next word lighter. L-I-G-H-T-E-R. Lighter. L-I-G-H-T-E-R. Lighter. Last one, heaviest. H-E-A-V-I-E-S-T. Heaviest. H-E-A-V-I-E-S-T. Heaviest. ചെക്ക് ചെയ്തോ എല്ലാരും? എല്ലാരും ചെക്ക് ചെയ്ത് കഴിഞ്ഞോ? ഫുൾ ശരിയായവരൊന്ന് കൈവന്നിച്ചേ. എല്ലാം ശരിയായവര്. ഒന്ന് തെറ്റിപ്പോയവരൊന്ന് കൈവന്നിച്ചേ. രണ്ടെണ്ണം തെറ്റിയവര് കൈവന്നിച്ചേ. മൂന്നെണ്ണം തെറ്റിയവരോ? ആരുമില്ലേ? നൈലയുണ്ടോ? ഓക്കെ, സാരല്ല, കുഴപ്പമില്ല. നാലെണ്ണം തെറ്റിയവരുണ്ടോ? 6 തെറ്റിയവരുണ്ടോ? 6 വേർഡ്സ് തെറ്റിയവര് ആരും ഇല്ല അല്ലേ? അപ്പൊ നിങ്ങളൊക്കെ നല്ല കുട്ടികളായിട്ട് പഠിക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ എല്ലാം ശരിയായേ. അപ്പൊ നിങ്ങൾ ഈ ഡിക്റ്റേഷൻ എഴുതിയതിന്റെ പേജ് മിസ്സിന് ഫോട്ടോ എടുത്തൊന്ന് അയച്ചു തരണേ കേട്ടോ. മിസ്സും കൂടി ഒന്ന് നോക്കട്ടെ, നിങ്ങൾ തന്നെ നോക്കിയതല്ലേ, ശരിയാണോ തെറ്റാണോ എന്ന് മിസ് ഒന്ന് നോക്കട്ടെ. അയച്ചു തരണേ. നമുക്ക് ഇനി എന്താ പഠിക്കാനുള്ളേ? പേജ് നമ്പർ 85 അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തേ? അതിലെ വർക്ക്സ് ചെയ്തു അല്ലേ? നെക്സ്റ്റ് പേജ് നമ്പർ 86. പേജ് നമ്പർ 86. അതില് സിയും ഡിയും ക്വസ്റ്റ്യൻ കണ്ടോ? സി ആൻഡ് ഡി. ആദ്യത്തെ ക്വസ്റ്റ്യൻ അത് എന്താ കൊടുത്തിരിക്കുന്നത്? ഒരു ബാഗിന്റെ ചിത്രം, ഒരു കട്ടിലിന്റെ ചിത്രം, ഒരു ലോട്ടസ്, ഒരു താമരയുടെ ചിത്രം അല്ലേ? ഇത്രയും ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 3 ചിത്രത്തിനും നിങ്ങൾ എന്ത് ചെയ്യണം? നമ്പർ കൊടുക്കണം. എങ്ങനെയാ നമ്പർ കൊടുക്കണ്ടേ? Number the objects in order from lightest to heaviest. ഏറ്റവും ഭാരം കുറഞ്ഞതിൽ നിന്ന് ഏറ്റവും ഭാരം കൂടിയതിലേക്ക് നമ്പർ കൊടുക്കാം. അപ്പൊ അതിന് ആ പൂവിന്, ലോട്ടസ് താമരയ്ക്ക് 1 നമ്പർ കൊടുത്തിട്ടുണ്ട്, 1 താമരയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഏതായിരിക്കും? ബാഗ് ആയിരിക്കോ കട്ടിലായിരിക്കും? ഏതിനായിരിക്കും വെയിറ്റ് കൂടുതൽ? ബാഗിനായിരിക്കോ കട്ടിലിനായിരിക്കോ? കട്ടിലിനാണ് അല്ലേ?
അല്ലേ? താമര കഴിഞ്ഞാൽ വെയിറ്റ് വരുന്നത് കട്ടിലിനല്ലേ? ആണോ? ആണോ? അല്ല, നെക്സ്റ്റ് വെയിറ്റ് വരുന്നത് ബാഗിന്. അപ്പൊ സെക്കൻഡ് നമ്പർ നമ്മൾ ഏതിനാ കൊടുക്കണ്ടേ? ബാഗ്. ബാഗിന്റെ താഴെ ഒരു സർക്കിൾ ഉണ്ട്, അതിൽ 2 എന്ന് എഴുതിക്കോ. ഇതിൽ ഏറ്റവും വെയിറ്റ് കൂടിയത് ഏതിനാ? കട്ടിലിനല്ലേ? അപ്പൊ കട്ടിലിന് 3 നമ്പർ കൊടുത്തോ. 3 എന്ന് എഴുതിക്കോ കട്ടിലിന് താഴെ. അപ്പൊ ഏറ്റവും ലൈറ്റസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് ലോട്ടസ് ആൻഡ് ഹെവിയസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് കോഡ്. അല്ലേ? കട്ടിലിനാണ് ഏറ്റവും വെയിറ്റ് കൂടുതൽ, ലോട്ടസിനാണ് ഏറ്റവും വെയിറ്റ് കുറവ്. അങ്ങനെയാണെങ്കിൽ ഡി ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്തേ. നമ്പർ ദി ഒബ്ജക്ട്സ് ഇൻ ഓർഡർ ഫ്രം ഹെവിയസ്റ്റ് ടു ലൈറ്റസ്റ്റ്. ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ളതിന് 1 കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ 2 ഒബ്ജക്റ്റും കൂടിയുണ്ട്. 2 ഏതിനാ കൊടുക്കണ്ടേ, 3 ഏതിനാ കൊടുക്കണ്ടേന്നൊന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം മിസ് ഒരാളോട് ചോദിക്കാം എങ്ങനെയാ നമ്പർ കൊടുത്തത്. ചെയറിനേക്കാളും വെയിറ്റ് കുറഞ്ഞതിന് 2, ഏറ്റവും വെയിറ്റ് കുറഞ്ഞതിന് 3. എഴുതിയോ? ഓക്കെ. എന്നാ മുക്താസിം ഒന്ന് പറഞ്ഞേ, സെക്കൻഡ് നമ്പർ ഏതിനാ കൊടുത്തേ? മഗ്ഗിനാണോ ബോളിനാണോ? മഗ്ഗിന അല്ലെ? എല്ലാരും മഗ്ഗിനാണോ സെക്കൻഡ് നമ്പർ കൊടുത്തേ? 2 നമ്പർ മഗ്ഗിനാണോ കൊടുത്തേ? ആണോ? ഓക്കെ. ബോളിന് 3, ഏറ്റവും വെയിറ്റ് കുറഞ്ഞത് ബോള്. അപ്പൊ ബോളിന് 3. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2 കോൾ ആക്കിയിട്ട് 3 ഒബ്ജക്റ്റ് 4 ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ആദ്യത്തേത് ഒരു ടെലിഫോൺ. ഇങ്ങനെയുള്ള ടെലിഫോൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലാൻഡ് ഫോൺ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ മൊബൈൽ ഫോൺ മാത്രമല്ലേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ലാൻഡ് ഫോൺ കണ്ടിട്ടുണ്ടോ? ഇല്ല. ലാൻഡ് ഫോൺ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഈ കറക്കി വിളിക്കുന്ന ലാൻഡ് ഫോൺ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഡയൽ ചെയ്യുന്ന അല്ലാതെ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ ആരുടെ വീട്ടിലും അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. പണ്ടൊക്കെയുള്ള ഒരു മോഡലായിരുന്നു ഫോണിന്റെ മേലെ ഇങ്ങനെ റൗണ്ടിൽ ഒരു സാധനം ഉണ്ടാവും. അതിൽ 1 2 3 4 9 അങ്ങനെ 9 കഴിഞ്ഞ് 0 വരെ നമ്പേഴ്സും ഉണ്ടാവും. അത് നമ്മളിങ്ങനെ കറക്കും. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയൊക്കെ കണ്ടാൽ മതി, അല്ലെങ്കിൽ പഴയ ഫിലിംസ് ഒക്കെ കണ്ടാല് അതിലുണ്ടാവും ഇതുപോലത്തെ ഫോൺ, കറക്കി വിളിക്കുന്ന ഫോൺ. അപ്പോ ആ ഫോണിനേക്കാളും ഹെവിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഏതാന്ന് രണ്ടാമത്തെ കോളത്തിൽ നിന്ന് കണ്ടുപിടിക്കണം. ഏതാ രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്? ഒന്ന് ക്യാപ്പ്, ഒന്ന് സ്കൂൾ ബസ്, ഒന്ന് പെൻ. അപ്പൊ ഫോണിനേക്കാളും വെയിറ്റ് ഹെവിയർ ആയിട്ടുള്ളത് ഏതാ? ക്യാപ്പാണ് അല്ലേ? ഫോണിനേക്കാളും ഹെവിയർ ആയിട്ടുള്ളത് ക്യാപ്പ് അല്ലേ? എന്നാ പെന്നായിരിക്കും. പെന്നാണോ? ഫോണിനേക്കാളും ഹെവിയർ ആയിട്ടുള്ളത് പെന്നാണോ? നോ. സ്കൂൾ ബസ്സിനാണ് ഫോണിനേക്കാളും വെയിറ്റ് കൂടുതൽ അല്ലേ? സ്കൂൾ ബസ് വലുതല്ലേ? നിങ്ങളെ പോലുള്ള എത്ര കുട്ടികൾ ബസ്സിൽ കയറുന്നതാ അല്ല? ഒരുപാട് കുട്ടികൾ കയറുന്നതാണ് സ്കൂൾ ബസ്. അപ്പൊ ഫോണിനേക്കാളും ടെലിഫോണിനേക്കാളും ഹെവിയർ ആയിട്ടുള്ളത് ഏതാ? സ്കൂൾ ബസ്. Telephone is heavier than, school bus is heavier than telephone. അപ്പൊ സ്കൂൾ ബസിന്റെ മേലെ ഒരു ടിക്ക് ഇട്ടോ. ക്വസ്റ്റ്യൻ അങ്ങനെയല്ലേ? ടിക്ക് ദി ഒബ്ജക്ട് ദാറ്റ് ഈസ് ഹെവിയർ ദാൻ ദി ഫസ്റ്റ് വൺ. ടെലിഫോണിനേക്കാളും ഹെവിയർ ആയിട്ടുള്ളത് സ്കൂൾ ബസ്. അടുത്തത്, നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ തടിച്ചിട്ടായിരിക്കുന്നത്, നിങ്ങൾ മെലിഞ്ഞിട്ടായിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയാറുണ്ടോ? അയ്യോ മോൻ എന്താ ഇങ്ങനെ മെലിഞ്ഞു പോയേ, അല്ലെങ്കിൽ മോൾ എന്താ ഇങ്ങനെ മെലിഞ്ഞു പോയേ എന്ന് പറയാറുണ്ടോ?
ഉണ്ടോ? അല്ലെങ്കിൽ നല്ല തടിയാണല്ലോ, മോക്ക് നല്ല തടിയുണ്ടല്ലോ, മോന് നല്ല തടിയുണ്ടല്ലോ എന്നൊക്കെ പറയാനുണ്ടോ? ഉണ്ടോ? അങ്ങനെ കേൾക്കുമ്പോ വിഷമം തോന്നാറുണ്ടോ? എന്തെങ്ങനെ മെലിഞ്ഞിരിക്കുന്ന ചോദിക്കുമ്പോ വിഷമം തോന്നാറുണ്ടോ? അങ്ങനെ വിഷമമൊന്നും തോന്നണ്ട. അങ്ങനെ ചോദിക്കുന്നവരോട് പറഞ്ഞാൽ മതി, എനിക്ക് ഇത്രയും തടിയുണ്ട്, എനിക്ക് ഇത്രയും തടി മതി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് ഇത്രയും തടി മതി എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ചോദിച്ചാൽ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോ നല്ല തടിച്ചിരിക്കുന്നതെന്ന് പറയാൻ വേണ്ടി നമ്മൾ എങ്ങനെയാ പറയാ? ഏത് വേർഡാ യൂസ് ചെയ്യാ? അറിയോ? ഏത് വേർഡാ യൂസ് ചെയ്യാ? അവിടെ 2 ബുക്കിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 87. പേജ് നമ്പർ 87-ല് 2 ബുക്കിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതില് ഒരു ബ്ലൂ ബുക്കും ഉണ്ട്, ഒരു റെഡ് ബുക്കും ഉണ്ട് അല്ലെ? ആ ബ്ലൂ ബുക്ക് നല്ല തടിച്ചിട്ടുള്ളത്, കുറേ പേജ് ഉണ്ട് അതിന്. റെഡ് ബുക്കിന് പേജ് കുറവാ. നിങ്ങളുടെ വീട്ടില് വലിയ ഡിക്ഷണറി കണ്ടിട്ടുണ്ടോ? നിങ്ങള് ഉണ്ടോ? ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി, അല്ലെങ്കിൽ മലയാളം ഡിക്ഷണറി, വേർഡ് മീനിങ്സ് ഒക്കെയുള്ള ഡിക്ഷണറി ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ടോ? വലിയ ഡിക്ഷണറി ഒക്കെ ഒരു ഏകദേശം ഇത്രയൊക്കെ കനം വരും, ഇത്രയൊക്കെ തടി ഉണ്ടാവും, ഒരുപാട് പേജൊക്കെ ഉണ്ടാവും അതിന്. അപ്പോ നിങ്ങളുടെ സാധാരണ നോട്ട്ബുക്ക് വെച്ച് നോക്കിയാല് ആ ഡിക്ഷണറി വലിയതായിരിക്കും, നല്ല തടിച്ചിട്ടായിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ എന്ത് പറയും? ദാറ്റ് ബുക്ക് ഈസ് തിക്ക്. എന്താ പറയാ? ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തില് ബ്ലൂ ബുക്കാണ് ഒരുപാട് പേജായിട്ട് നല്ല വലുതായിട്ട് കാണുന്നത്. അപ്പൊ ബ്ലൂ ബുക്ക് ഈസ് തിക്ക്. തിക്ക് എന്ന് പറഞ്ഞാല് THICK. തിക്ക് എന്ന് പറഞ്ഞാല് തടിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താ തിക്ക്? THICK. തിക്ക് എന്ന് വെച്ചാല് തടിച്ചിട്ടുള്ളത്. ഇനി 2 ബുക്സ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോ നമ്മൾ എങ്ങനെ പറയും? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെയിറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഭാരം കൂടുതലുള്ളതിന് എലഫന്റ് ഈസ് ഹെവിയർ ദാൻ ആൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് കനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ തടിയുടെ പേരിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് തിക്ക് എന്ന് പറഞ്ഞാൽ തടിയുള്ളത്. ഇനി 2 ബുക്സ് കമ്പയർ ചെയ്യുമ്പോ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ പറഞ്ഞ ഡിക്ഷണറി ഈസ് തിക്കർ ദാൻ നോട്ട്ബുക്ക് എന്ന് പറയും. എന്ത് പറയാം? ഡിക്ഷണറി ഈസ് തിക്കർ ദാൻ നോട്ട്ബുക്ക്. അതായത് ഡിക്ഷണറിക്ക് നോട്ട്ബുക്കിനേക്കാളും തടി കൂടുതലുണ്ട്, അല്ലെങ്കിൽ വണ്ണം കൂടുതലുണ്ട്. അപ്പൊ തടി കൂടുതല്, വണ്ണം കൂടുതൽ എന്ന് പറയുന്നതിന് എന്താ പറയാ? തിക്ക്. തിക്ക് എന്നുള്ളത് നമ്മളിപ്പോ എങ്ങനെയാ കാണിച്ചു തരാം മിസ്? ഒരു മിനിറ്റ്. ഓക്കെ, ഈ ആരോ നല്ല തിക്കായിട്ടുള്ളത്. ഇനി മെലിഞ്ഞിരിക്കുന്നതാണെങ്കിൽ നമ്മൾ എന്ത് പറയും? മെലിഞ്ഞിരിക്കുന്നതാണെങ്കിൽ തിക്കിന്റെ നേരെ ഓപ്പോസിറ്റ് THIN, തിൻ. പഠിക്കാൻ എളുപ്പമാണ് 2 വേർഡ്സും, തിക്കും തിന്നും. മെലിഞ്ഞിരിക്കുന്നതാണെങ്കിൽ തിൻ എന്ന് പറയും, THIN. ഇനി 2 ബുക്സ് എടുത്താൽ, ഡിക്ഷണറിയും നോട്ട്ബുക്കും. നോട്ട്ബുക്കിലാണ് തടി കുറവ്, കനം കുറവ്. അപ്പൊ നമ്മൾ എന്ത് പറയും? നോട്ട്ബുക്ക് ഈസ് തിന്നർ ദാൻ ഡിക്ഷണറി. ഇപ്പൊ 2 കുട്ടികളെ എടുത്താല് ഒരു കുട്ടി തടിച്ചിട്ടും ഒരു കുട്ടി മെലിഞ്ഞിട്ടുമാണെന്ന് വിചാരിക്കാം. ഒരു കുട്ടി തടിച്ചിട്ടും ഒരു കുട്ടി മെലിഞ്ഞിട്ടും. ആ മെലിഞ്ഞ കുട്ടിയെ പറയുകയാണെങ്കിൽ he is thinner than the first boy അല്ലെങ്കിൽ first girl. The second boy is thinner than the first boy. ഇനി ഫസ്റ്റ് ബോയിനെ പറയുന്നുണ്ടെങ്കിലോ, ഫസ്റ്റ് ബോയ് is thicker than the second boy. First boy is thicker than the second boy. തടിച്ചതിനെ പറയുന്നതിന് നമ്മൾ തിക്കർ എന്ന് പറയും. ഇനി മെലിഞ്ഞതിനെ പറയുന്നതിന് തിന്നർ എന്ന് പറയും.
അതിന് ആരോ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആദ്യം വരച്ചിരിക്കുന്ന ആരോ തിക്കാണ്, രണ്ടാമത് വരച്ചിരിക്കുന്ന ആരോ തിന്നാണ്, മെലിഞ്ഞിരിക്കുന്ന ആരോ. അപ്പൊ ഈ 4 വേർഡ്സ് നിങ്ങളൊന്ന് നോട്ട്ബുക്കിൽ എഴുതി വെച്ചേ. തിക്ക്, തിക്കർ, തിൻ, തിന്നർ. എന്നിട്ട് ഇതുപോലെ ആരോ മാർക്കും കൂടി വരച്ചു വെച്ചു മനസ്സിലാവാൻ വേണ്ടി. ഈ 2 സെന്റൻസും കൂടി എഴുതി വെച്ചോ. ബ്ലൂ ആരോ ഈസ് തിന്നർ ദാൻ റെഡ് ആരോ, റെഡ് ആരോ ഈസ് തിക്കർ ദാൻ ബ്ലൂ ആരോ. ഇതിൽ സ്പെല്ലിംഗ് അറിയാത്തതൊന്നുമില്ല. ആരോ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാം? ARROW, ആരോ. അത് രണ്ടും കൂടി, ആ 2 സെന്റൻസും കൂടി ജസ്റ്റ് എഴുതി വെച്ചു. അതിന് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സസൈസ് 4.6 കണ്ടോ? പേജ് നമ്പർ 87 കൊടുത്തിരിക്കുന്ന എക്സസൈസ് 4.6. ആ 2 ക്വസ്റ്റ്യൻ ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. സോറി, 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ABCD. ഫസ്റ്റ് വൺ, ടിക്ക് ദ തിക്കർ ട്രീ. തടിച്ചിരിക്കുന്ന ട്രീ ഏതാണെന്ന് ടിക്ക് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സർക്കിൾ ദി തിന്നർ ഒബ്ജക്റ്റ്. ഏതാണ് തിന്നർ ഒബ്ജക്റ്റ് എന്ന് സർക്കിൾ ചെയ്യാം. മൂന്നാമത്തത്, സി, ഡ്രോ എ തിന്നർ കാൻഡിൽ. അവിടെ ഒരു കാൻഡിൽ, മെഴുകുതിരിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോ അതിന് തൊട്ടടുത്തായിട്ട് ആ തന്നിരിക്കുന്ന കാൻഡിലിനേക്കാളും തിന്നായിട്ടുള്ള കാൻഡിൽ ഒന്ന് പെൻസിൽ കൊണ്ടോ പെന്നോ കൊണ്ടോ കളർ പെൻസിൽ കൊണ്ടോ വരയ്ക്കാം. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ, കളർ ദി തിക്കർ പെൻസിൽ. 2 പെൻസിൽ വന്നിട്ടുണ്ട്, ഒന്ന് തിക്കായിട്ടുള്ളതും ഒന്ന് തിന്നായിട്ടുള്ളതും. അതിൽ തിക്കർ പെൻസിൽ ഏതാന്ന് വെച്ചാല് അതിന് കളർ കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. എഴുതി കഴിഞ്ഞോ എല്ലാരും? നോക്കട്ടെ എല്ലാരും എഴുതി കഴിഞ്ഞോന്ന്. കഴിഞ്ഞോ? ഓക്കെ. എഴുതി കഴിയാത്തവരുണ്ടോ? 2 മിനിറ്റ് കൂടി കാണിച്ചത്. പെട്ടെന്ന് എഴുതിക്കോ. എഴുതി കഴിയാത്തവര് പെട്ടെന്ന് എഴുതിക്കോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഹോംവർക്ക് എല്ലാവരും ചെയ്യാം. ഡിക്റ്റേഷൻ എഴുതിയതിന്റെ ഫോട്ടോ മിസ്സിന് അയച്ചുതരാം. ഹോംവർക്ക് ചെയ്ത് അയച്ചുതരാം.